ലോകത്തിലെ 20 മുൻനിര ടയർ കമ്പനികളിൽ ഒന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ മാനുഫാക്ചറിംഗ് കമ്പനിയുമാണ് MRF. കാറുകൾക്കും ബൈക്കുകൾക്കും ട്രക്ക്, ബസ്, ട്രാക്ടർ തുടങ്ങി വിമാനത്തിന്റെ ടയറുകൾ വരെ MRF നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ട്യൂബ്, ഫ്ലാപ്പ്, റബ്ബർ അധിഷ്ഠിത ബെൽറ്റ്, ട്രെഡ്സ്, ടോയ്സും നിർമ്മിക്കുന്നുണ്ട്. MRF പെയിന്റ് ഉൽപാദനവും നടത്തുന്നു. MRF വെബുക്യാർ പെയിന്റ്സ് ആണ് അത്. 1946-ൽ ടോയ് ബലൂണുകൾ നിർമ്മിക്കുവാൻ ചെന്നൈയിൽ ആരംഭിച്ച കമ്പനിയാണ് MRF. മദ്രാസ് റബ്ബർ ഫാക്ടറി ലിമിറ്റഡ് എന്നാണ് പൂർണ്ണനാമം. മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത KM മാമൻ മാപ്പിളയാണ് MRFന്റെ ഫൗണ്ടർ. തമിഴ്നാട്, പുതുച്ചേരി, കേരള, തെലങ്കാന, ഗോവ എന്നീ 5 സംസ്ഥാനങ്ങളിലായി 9 ഉൽപാദന കേന്ദ്രങ്ങളാണ് MRFന് ഉള്ളത്. MRFന് 6000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. ലോകത്ത് 90-ലധികം രാജ്യങ്ങളിലേക്ക് MRF ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. സ്പോർട്സ് കാറുകൾക്കും റാലി വാഹനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ടയറുകൾക്ക് MRF ടയേഴ്സ് പേരുകേട്ടതാണ്. MRFന് തിരുച്ചെറിയപ്പള്ളിയിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അത് ഒരു ഫുൾ സ്കെയിൽ ടയർ മാനുഫാക്ചറിംഗ് ഫാക്ടറി അല്ല. ഈ യൂണിറ്റ് ഉൽപ്പന്നങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടിയുള്ളതാണ്. ടയറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിസൈൻ ചെയ്യാനും പരിശോധിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനുമായി നിർമ്മാണം നടത്തുന്ന ഒരു ചെറിയ ഫാക്ടറിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പെർഫോമൻസ് വാഹനങ്ങൾക്കുൾപ്പെടെ ഹൈസ്പീഡ് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ടയറുകൾ വികസിപ്പിക്കുക എന്നതാണ് ഈ യൂണിറ്റിന്റെ ലക്ഷ്യം. ഇവിടെ ടയർ ഗ്രിപ്പ്, ട്രെഡ് ഡിസൈൻ, സൈഡ് വാൾ സ്ട്രെങ്ത്, ഫ്യൂവൽ എഫിഷ്യൻസി എന്നിവ പരിശോധിക്കുന്നു. കൂടാതെ നനവുള്ള റോഡുകളിലും വരണ്ട റോഡുകളിലും ടയറുകൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്നും പരിശോധിക്കുന്നു. ടയറുകളുടെ ഡ്യൂറബിലിറ്റിയും പെർഫോമൻസും വർദ്ധിപ്പിക്കാനായി പുതിയ സംയുക്തങ്ങൾ വികസിപ്പിക്കുന്നു. ഈ ഫാക്ടറിയിൽ കൂടുതലും റിസർച്ച് ചെയ്യുന്നവരും എഞ്ചിനീയർമാരുമാണ് ജോലി ചെയ്യുന്നത്. റേസിംഗ് കാറുകളുടെ നിർമ്മാതാക്കളും അന്താരാഷ്ട്ര കൺസൾട്ടിങ്ങുകളുമായി ഡീലിംഗുകൾ ഇവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ലോകത്തെ 15 ശക്തരായ ടയർ ബ്രാൻഡുകളിൽ സ്ഥിരമായി സാന്നിധ്യം ഉറപ്പിച്ചു വരുന്ന ഏക ഇന്ത്യൻ കമ്പനിയാണ് MRF. ടയർ വിപണിയിൽ ഉപഭോക്തൃ സംതൃപ്തിക്കുള്ള JD പവർ അവാർഡ് നേടിയ ആദ്യ കമ്പനിയും MRF ആണ്. തിരുച്ചിറപ്പള്ളിയിലെ ഈ യൂണിറ്റ് 2 പ്രോഗ്രാമുകൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് ലീഡ് പ്രോഗ്രാം, ലേണർ എൻഹാൻസ്മെന്റ് ത്രൂ അക്കാഡമിക് ഡെവലപ്മെന്റ്. ഇതൊരു ഇൻഡസ്ട്രി അക്കാഡമിയ സംയുക്ത പദ്ധതിയാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഫ്രഷേഴ്സായ യുവാക്കളെ ട്രെയിൻ ചെയ്യുകയും അവരിൽ നിന്ന് മികച്ച ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളുടെ പദ്ധതിയാണിത്. വ്യവസായ സംബന്ധമായ ട്രെയിനിങ് ഫ്രഷേഴ്സിന് നൽകുന്നതിനൊപ്പം ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെ വിവിധ ഫാക്ടറികളിലേക്ക് നിയമിക്കാൻ വൈദഗ്ധ്യമുള്ള ജീവനക്കാരെ ഉണ്ടാക്കിയെടുക്കുക എന്നതുമാണ് ലക്ഷ്യങ്ങൾ. ടെക്നിക്കൽ സ്കിൽ, ഡിസിപ്ലിൻ, സേഫ്റ്റി, സോഫ്റ്റ് സ്കിൽസ് എന്നിവയിൽ പരിശീലനം നൽകുകയും കമ്പനി യൂണിറ്റുകളിൽ വിവിധ റോളുകൾ നൽകുകയും ചെയ്യും. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് മാസം സ്റ്റൈപ്പൻഡ് നൽകുകയും മികച്ച ആളുകളെ ഫുൾ ടൈം ജോലിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഭാരത് സേവക സമാജ് ന്യൂഡൽഹിയും TVS എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുമായി ചേർന്നാണ് MRF ഈ പ്രോഗ്രാമിലൂടെ ഉദ്യോഗാർത്ഥികളെ ഹയർ ചെയ്യുവാൻ പോകുന്നത്. ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദമുള്ളവർക്ക് ലീഡ് പ്രോഗ്രാം വഴി പ്രവേശനം നേടാൻ യോഗ്യതയുണ്ട്. പ്രായപരിധി 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. ലീഡ് മുഖേന തിരഞ്ഞെടുക്കപ്പെടുന്ന ട്രെയിനിക്ക് നൽകുന്ന സ്റ്റൈപ്പൻഡ് വിവരങ്ങൾ ഇങ്ങനെയാണ്. ആദ്യ വർഷം 19,500 പ്രതിമാസം, രണ്ടാം വർഷം 20,500 പ്രതിമാസം, മൂന്നാം വർഷം 21,500 പ്രതിമാസം. 90% അറ്റൻഡൻസ് ഉള്ള ട്രെയിനികൾക്ക് ആദ്യ വർഷം 10,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും മൂന്നാം വർഷം 30,000 രൂപയും ബോണസായും നൽകും. രണ്ടാമത്തെ പ്രോഗ്രാം NAPS ആണ്, നാപ്സ്. രാജ്യത്തെ അപ്രന്റീസ്ഷിപ്പ് പ്രോത്സാഹിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സ്കീമാണ് നാപ്സ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം എന്നാണ് പൂർണ്ണനാമം. യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകാനും പുതുമുഖങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പിലൂടെ സാമ്പത്തിക പിന്തുണ നൽകാനും കമ്പനികൾക്ക് അപ്രന്റീസുകളെ ഹയർ ചെയ്യാനായി പിന്തുണ നൽകാനുമാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. കമ്പനി നൽകുന്ന സ്റ്റൈപ്പൻഡിൽ 25% അല്ലെങ്കിൽ പരമാവധി 1,500 രൂപ സർക്കാരാണ് നൽകുന്നത്. 3 വർഷം വരെയാണ് ഈ അപ്രന്റീസ്ഷിപ്പ് കാലയളവ്. സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റും ഈ പദ്ധതിക്ക് കീഴിൽ അപ്രന്റീസുകൾക്ക് ലഭിക്കും. കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ട്രേഡുകളിലേക്കായിരിക്കും നിയമനം നടത്തുന്നത്. ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ചിലർക്ക് സ്ഥിര ജോലിക്കും പ്രവേശനം ലഭിക്കും. സർക്കാർ അംഗീകൃത തേർഡ് പാർട്ടി അഗ്രിഗേറ്റർ മുഖേനയാണ് MRF നാപ്സ് പ്രോഗ്രാമിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. 8ാം ക്ലാസ്, 10ാം ക്ലാസ്, 12th എന്നീ യോഗ്യതകൾ ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡിൽ ITI പഠിച്ചിട്ട് അരിയൈസ് ഉള്ളവർക്കോ ഡിഗ്രി പേപ്പറുകൾ മുഴുവൻ എഴുതിയെടുക്കാൻ സാധിക്കാത്തവർക്ക് നാപ്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ട്രെയിനിങ്ങിൽ പ്രവേശിക്കാൻ യോഗ്യതയുണ്ട്.
നാപ്സ് ട്രെയിനിക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്നത് ഇങ്ങനെയാണ്. ആദ്യ വർഷം 17,500 രൂപ പ്രതിമാസം, രണ്ടാം വർഷം 18,000 പ്രതിമാസം, മൂന്നാം വർഷം 18,500 രൂപ പ്രതിമാസം. ട്രെയിനിയായി പ്രവേശനം നേടുന്നവർക്കെല്ലാം താമസം, യാത്ര, ഭക്ഷണം, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ കൂടാതെ യൂണിഫോം, സേഫ്റ്റി ഷൂ, ഡിസ്കണ്ടിന്യൂ സർട്ടിഫിക്കറ്റ് എന്നിവ കമ്പനി തന്നെ നൽകും. ഈ രണ്ട് പ്രോഗ്രാമിലേക്കും സൗജന്യമായി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. കൂടാതെ വിവരങ്ങൾ അറിയുവാനുള്ള ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്ററിന്റെ കോൺടാക്ട് നമ്പറാണിത്. കേരളത്തിലെ പ്ലേസ്മെന്റ് ഡ്രൈവ് ഈ ബ്യൂറോയ്ക്ക് കീഴിലായിരിക്കും നടത്തപ്പെടുന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മുൻപോട്ട് ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.